KC വേണുഗോപാലന്റെ കാലത്താണ് ഈ പോറ്റി ശബരിമലയിലെത്തിയത്. അപ്പോൾ ആരാണപ്പാ എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടിയപ്പാ അത് UDF ആണപ്പാ. ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചൊരു വിധി തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ചില ആളുകൾ BJPക്കാരും ക്ഷേത്ര പരിരക്ഷയുടെ പേര് പറയുന്ന ആളുകളും തന്ത്രി സമാജവും എല്ലാം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയോട് പറഞ്ഞു, ഈ ഹൈക്കോടതിയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന SIT അന്വേഷണത്തെ മാറ്റണം, CBI വരണം. CBI വന്നാൽ അവർ അജണ്ട കൈകാര്യം ചെയ്യാൻ പറ്റും, അവരാഗ്രഹിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയും. SITക്ക് അത് സാധിക്കില്ല ഹൈക്കോടതിയുടെ കീഴിൽ വരുമ്പോൾ. ഹൈക്കോടതി പറഞ്ഞു, വളരെ ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്, SIT അന്വേഷണം മാതൃകാപരമാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്, ഗവൺമെന്റുമായിട്ട് സംസ്ഥാന ഗവൺമെന്റുമായിട്ട് അതിന് യാതൊരു തര ബന്ധവുമില്ല. CBIക്കാർ പോലും ഡെപ്യൂട്ടേഷന് പോകുന്ന അതത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കൃത്യമായിട്ട് പറയാണ് കോടതി, നിങ്ങൾ എന്തിനാണ് CBIക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു, കോടതി ചോദിച്ചു, ഡിവിഷൻ ബെഞ്ച്. സ്വർണം കട്ടുകൊണ്ടുപോയതിനെ പറ്റിയാണെങ്കിൽ സ്വർണം കട്ടുകൊണ്ടുപോയതിനെ പറ്റി അതിൻ്റെ 2017 മാത്രമല്ല അതിൻ്റെ മുമ്പുള്ള ചരിത്രം കൂടി പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ട് കുറ്റവാളികളെ കണ്ടെത്താനല്ല, ആ ഉന്നം വെച്ചുകൊണ്ട് CBI അന്വേഷണത്തിന് വിടുന്ന പ്രശ്നമില്ല. കേരള ഗവൺമെന്റ് പറഞ്ഞു, വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയാണ് യഥാർത്ഥത്തിൽ ആ കേസിന്റെ കൃത്യമായ കാര്യങ്ങൾ നാൾ വഴി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് ചില പരാമർശം എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ മനോരമയിലും മാതൃഭൂമിയിലും വരുന്ന വാർത്തയില്ലേ, അത് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെതല്ല. ജാമ്യം കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നെല്ലാം ചർച്ച ചെയ്യുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണ്. ആ വാചകങ്ങൾക്കൊന്നും കാര്യമായ അർത്ഥമില്ല എന്ന് ഇന്നത്തെ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ കൃത്യമായ നിലപാടോടുകൂടി വ്യക്തമാക്കപ്പെട്ടു. നല്ല രീതിയിലാണ് അന്വേഷണം, കുറച്ച് താമസിക്കും. ഞങ്ങൾ പറയുന്നതല്ല, കോടതി പറയുക. അന്വേഷണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീളേണ്ടി വരും എന്ന് വെറുതെ പറയുന്നതല്ല. എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് CPM-നെതിരായി, ഇടതുപക്ഷത്തിനെതിരായി, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി അതിശക്തിയായിട്ടുള്ള ഈരടി പാട്ടുകളോടുകൂടിയല്ലേ അന്ന് വോട്ട് പിടിച്ചത് അല്ലേ? ശബരിമലയിലേക്ക് ആരാണ്, നമുക്കെല്ലാം അറിയുന്നൊരു പോറ്റിയുണ്ടല്ലോ, ഏതാ പറ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത്. ആ കയറ്റിയതിനെ പറ്റി പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന് പറഞ്ഞുള്ള പാട്ടാണ്. ഇപ്പോഴും ഞങ്ങൾ ആ പാട്ട് വേറൊരു പാട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അത് KC നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ്, അന്ന് കേരളത്തിൻ്റെ മന്ത്രി, പ്രത്യേകിച്ച് ഈ പറയുന്ന ദേവസ്വം ഉൾപ്പെടെയുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി KC വേണുഗോപാലൻ. KC വേണുഗോപാലന്റെ കാലത്താണ് ഈ പോറ്റി ശബരിമലയിലെത്തിയത്. അപ്പോൾ ആരാണപ്പാ എന്നതിന് കൃത്യമായ ഉത്തരം കിട്ടിയപ്പാ അത് UDF ആണപ്പാ.